Vedantu Malayalam YouTube channel like Swagadam. Nammude KEAM inde PYQ session le pudhiya PYQ aayittaanu nammal innu vannathu. Nammal innu discuss cheyan povuna chapter Aldehydes, Ketones and Carboxylic acids. Okay, ee chapter onnu kazhinja oru 2020 to 2014 vare edokke question aanu vannathu adana nammal innu discuss cheyyunnathu. Okay, edokke question vannundo adakke nammal innu ivide discuss cheyyunnunde. Appo ningalku manasilavum ee chapter nu enganekkana questions varunathu, endana enganeyana application level questions varunathu okke ningalku manasilavum. Adonde ellarum kana. Okay, first question. Which one of the following compounds would undergo Cannizzaro reaction? Cannizzaro reaction undergo ചെയ്യുന്നത് ഇതിൽ ഏതാണെന്നാണ് നമ്മുടെ question. Okay. Cannizzaro reaction എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ആൽഫാ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡ് ഏതാണോ അല്ലെങ്കിൽ ആൽഫാ ഹൈഡ്രജൻ ഇല്ലാത്ത കോമ്പൗണ്ടിലാണ് എന്ത് നടക്കുന്നത്? Cannizzaro reaction നടക്കുന്നത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ഇതിൽ ഏത് കോമ്പൗണ്ടിലാണ് ആൽഫാ ഹൈഡ്രജൻ ഇല്ലാത്തത്? അതാണ് നമ്മൾ ഇപ്പോൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കേ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഏതാണ്? 2-methyl pentanal. 2-methyl pentanal എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഏതാണ്? CH3 CH CH3 CH2 1 2 3 4 5 1 2 3 sorry ഈ CH3 ഇവിടെ ആണ് ഉണ്ടാവുക അല്ല, കാരണം എന്താണ്? നമ്മുടെ CHO ക്കാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ CH3 CHO CH2 2-methyl എന്ന് പറയുമ്പോൾ ഇവിടെയാണുള്ളത് 1 2 3 4 5. ഓക്കെ, അപ്പോൾ CHO CH CH3 CH2 CH2 CH3 ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. ഈ സ്ട്രക്ചർ എന്ത് അണ്ടർഗോ ചെയ്യോ? Cannizzaro അണ്ടർഗോ ചെയ്യോ? കാരണം എന്താണ്? ഇവിടെ ആൽഫാ ഹൈഡ്രജൻ പ്രസന്റ് ആണ്. CH ഉണ്ടല്ലേ, CH2 അല്ല CH ആണ്. ഇവിടെ എന്തുണ്ട്? ആൽഫാ ഹൈഡ്രജൻ പ്രസന്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്? ആൽഫ ഹൈഡ്രജൻ ഉള്ളത് കാരണം ഇവിടെ ആൽഡോൾ കണ്ടൻസേഷൻ നടക്കും, Cannizzaro നടക്കില്ല. ക്ലിയർ? നെക്സ്റ്റ് വൺ സൈക്ലോഹെക്സനോൺ. സൈക്ലോഹെക്സനോൺ എന്ന് പറഞ്ഞ സ്ട്രക്ചർ സൈക്ലോഹെക്സനോൺ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം എന്ത്? ആ രണ്ട് ആൽഫാ കാർബൺ ആറ്റത്തിലും എന്തുണ്ട്? ഇവിടെ ഹൈഡ്രജൻ പ്രസന്റ് ആണ്. അതുകൊണ്ട് എന്താണ്? ഇവിടെയും എന്ത് നടക്കില്ല? Cannizzaro നടക്കില്ല. നെക്സ്റ്റ് 2,2-dimethyl butanal. 2,2-dimethyl butanal എന്ന് പറഞ്ഞാൽ എന്താണ്? CHO C CH3 1 2 3 4. ഓക്കെ, 2,2-dimethyl butanal എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും. ആൻഡ് ഇതിൽ നമ്മുടെ ആൽഫാ കാർബൺ ഏതാണ്? ഇതാണ്. ഈ ആൽഫാ കാർബണിൽ എന്തില്ല? ഹൈഡ്രജൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ Cannizzaro റിയാക്ഷൻ നടക്കുന്നത് ആർക്കായിരിക്കും? 2,2-dimethyl butanalനായിരിക്കും Cannizzaro റിയാക്ഷൻ നടക്കുന്നത്. കാരണം ആൽഫാ ഹൈഡ്രജൻ ഇല്ലാത്ത കോമ്പൗണ്ട് 2,2-dimethyl butanal ആണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An organic compound A with molecular formula C7H6O forms 2,4-DNP derivative and reduces Tollens reagent. 2,4-DNP derivative ഫോം ചെയ്യുന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? ഒരു കാർബണിൽ കോമ്പൗണ്ട് ആണെന്ന് നമുക്ക് മനസ്സിലായി. കറക്റ്റ് അല്ലേ? കാർബണിൽ കോമ്പൗണ്ട് ആണെന്ന് മനസ്സിലായി. ദെൻ എന്താ പറഞ്ഞത്? അത് ടോളറൻസ് റിയേജന്റിനെ റെഡ്യൂസ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ അത് ഏത് കാർബണിൽ കോമ്പൗണ്ട് ആണ്? ആൽഡിഹൈഡ് ആണ്. ക്ലിയർ? അപ്പൊ ഏത് ആൽഡിഹൈഡ് ആയിരിക്കും ഇത്? C7H6O, അതായത് ബെൻസാൽഡിഹൈഡ്. കറക്റ്റ് അല്ലേ? C7H6O എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ബെൻസാൽഡിഹൈഡ് ആയിരിക്കും നമ്മുടെ ഈ കോമ്പൗണ്ട് C7H6O. When A is heated with concentrated KOH, എങ്ങനെയാണെന്ന് മനസ്സിലായത് നമുക്കെന്ന് ചോദിച്ചാൽ, when A is heated with concentrated KOH it gives sodium benzoate. ഈ A എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ടിനെ നമ്മൾ എന്തുകൊണ്ട് റിയാക്ട് ചെയ്യാണ്? എന്ത് വെച്ച് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്? KOH, കോൺസെൻട്രേറ്റഡ് KOH നമ്മൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത്, കോൺസെൻട്രേറ്റഡ് KOH ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് സോഡിയം ബെൻസോയേറ്റ് ഫോം ചെയ്തു എന്നാ പറഞ്ഞു. സോഡിയം ബെൻസോയേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? COONA പ്ലസ് അനദർ കോമ്പൗണ്ട് ഫോം ചെയ്തു. കോൺസെൻട്രേറ്റഡ് KOH ആയിട്ട് ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏതാ റിയാക്ഷൻ? Cannizzaro റിയാക്ഷൻ ആണ്. ഇങ്ങനെ ഏത് Cannizzaro റിയാക്ഷൻ നടത്തിയ സമയത്ത് നമുക്ക് സോഡിയം ബെൻസോയേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ A ബെൻസാൽഡിഹൈഡ് ആയിരിക്കും. കാരണം ബെൻസാൽഡിഹൈഡിനെ നമ്മൾ Cannizzaro റിയാക്ഷൻ നടത്തിയാലാണ് നമുക്ക് എന്ത് കിട്ടുക? സോഡിയം ബെൻസോയേറ്റും കിട്ടും. ഇവിടെ പൊട്ടാഷ്യം ബെൻസോയേറ്റ് ആണ് കേട്ടോ കിട്ടുക. പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് നമുക്ക് കിട്ടുക. K ആണ് കേട്ടോ അവിടെ ഉണ്ടാവുക. ക്വസ്റ്റ്യനിലുള്ള ചെറിയ മിസ്റ്റേക്ക് ആണ്, K ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ആൻഡ് എന്തായിരിക്കും നമ്മുടെ B? നമുക്കറിയാം ഓക്സിഡേഷനും നടക്കും റിഡക്ഷനും നടക്കും. ഓക്സിഡേഷൻ നടന്ന് സോഡിയം ബെൻസോയേറ്റ് ഉണ്ടായി, റിഡക്ഷൻ നടന്ന് ആരുണ്ടാവും? ബെൻസൈൽ ആൽക്കഹോൾ ഉണ്ടാവും. കറക്റ്റ് അല്ലേ? CH2
OH ബെൻസൈൽ ആൽക്കഹോൾ ആയിരിക്കും പിന്നെ ഇവിടെ ഫോം ചെയ്യുന്നത്. നമ്മളോട് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ എന്താണ്? കോമ്പൗണ്ട് B ഈസ് എന്താണ്? ബെൻസൈൽ ആൽക്കഹോൾ ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The following reaction is named as. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇവിടെ രണ്ട് എന്തുണ്ട്? ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ട്. ആ രണ്ട് ആൽഡിഹൈഡ് ഗ്രൂപ്പ് മാറിയിട്ട് ആരായിട്ടാണ് മാറിയത്? നമ്മുടെ കാർബോക്സിലിക് ആസിഡ് ആയിട്ടാണ് ഇവിടെ മാറിയിട്ടുള്ളത്. ഓക്കെ, ഒന്ന് കാർബോക്സിലിക് ആസിഡും ഒന്ന് ആൽക്കഹോളും ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇവിടെ ഒന്നിന് ഓക്സിഡേഷനും നടന്നു മറ്റേതിന് റിഡക്ഷനും നടന്നു. ഇൻ പ്രസൻസ് ഓഫ് KOH ആണ് റിയാക്ഷൻ നടന്നതും. അപ്പൊ നമ്മുടെ ആൻസർ ഏതായിരിക്കും? എന്താണ് ഇവിടെ നടന്നിട്ടുണ്ടാവുക? കാനിസാരോ റിയാക്ഷൻ ആണ് ഇവിടെ നടന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, കാൻസാരോ റിയാക്ഷൻ ആയിരിക്കും ഇവിടെ നടന്നിട്ടുണ്ടായിരിക്കുക. ഓക്കെ, നെക്സ്റ്റ്. The compound which does not lead to benzoic acid by oxidation with KMnO4. ഓക്കെ, ഇതിൽ ഏത് കോമ്പൗണ്ടിനെ ഓക്സിഡേഷൻ നടത്തിയാലാണ് ബെൻസോയിക് ആസിഡ് ലഭിക്കാതിരിക്കുക? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് നമുക്കറിയാം ടൊളുവീൻ. ടൊളുവീനെ ഞാൻ KMnO4 ആയിട്ട് ഓക്സിഡൈസ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? നമ്മൾ പഠിച്ചിട്ടുണ്ട്. KMnO4 ആയിട്ട് ഓക്സിഡൈസ് ചെയ്താൽ എന്ത് കിട്ടും? ബെൻസോയിക് ആസിഡ് കിട്ടും. കറക്റ്റ് അല്ലേ? ഈ ആൽക്കൈൽ ബെൻസീനെ നമ്മൾ ഓക്സിഡൈസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ബെൻസോയിക് ആസിഡ് കിട്ടും. പ്രൊവൈഡഡ് ഈ കാണുന്ന കാർബണിൽ എന്ത് വേണം? ആൽഫ ഹൈഡ്രജൻ പ്രസന്റ് ആയിരിക്കണം. ആൽഫ ഹൈഡ്രജൻ പ്രസന്റ് ആണെങ്കിൽ അവരെന്ത് ഫോം ചെയ്യും? നമ്മുടെ ബെൻസോയിക് ആസിഡ് ഫോം ചെയ്യും. ക്ലിയർ? യെസ്. നെക്സ്റ്റ് വൺ ബെൻസൈൽ ആൽക്കഹോൾ. ബെൻസൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ CH3 മാറിയിട്ട് CH2OH ആവും. ഇതും ഓക്സിഡൈസ് ചെയ്താൽ എന്തായിട്ടാ മാറുക? ബെൻസോയിക് ആസിഡ് ആയിട്ടാണ് മാറുക. കറക്റ്റ് അല്ലേ? നെക്സ്റ്റ് N-ബ്യൂട്ടൈൽ ബെൻസീൻ. N-ബ്യൂട്ടൈൽ ബെൻസീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ CH3 CH2 CH3 അതും എന്തായിട്ട് മാറും? ബെൻസോയിക് ആസിഡ് ആയിട്ട് മാറും. ക്ലിയർ? നമ്മൾ ഏതൊരു ആൽക്കൈൽ ഗ്രൂപ്പ് ഇവിടെ എടുത്താലും അത് ബെൻസോയിക് ആസിഡ് ആയിട്ട് മാറാൻ നമ്മൾ പറഞ്ഞിരുന്നു. പ്രൊവൈഡഡ് അവിടെ ഒരു ആൽഫ ഹൈഡ്രജൻ വേണം. ക്ലിയർ? ഇനി സ്റ്റൈറീന്റെ കേസ് നോക്കുകയാണെങ്കിൽ സ്റ്റൈറീന്റെ സ്ട്രക്ചർ എന്താണ്? ബെൻസീൻ then ഡബിൾ ബോണ്ട്. ക്ലിയർ? ഇവിടെ എന്തുണ്ട്? CH2 ഉണ്ടായിരിക്കും, ഇവിടെ CH ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് സ്റ്റൈറീന്റെ സ്ട്രക്ചർ. ഇതും എന്തായിട്ട് മാറും? ബെൻസോയിക് ആസിഡ് ആയിട്ട് മാറും. പക്ഷേ ടെർഷ്യറി ബ്യൂട്ടൈൽ ബെൻസീൻ എന്ന് പറഞ്ഞാൽ എന്താണ് സ്ട്രക്ചർ? ടെർഷ്യറി ബ്യൂട്ടൈൽ ബെൻസീൻ CH3 ഈ കാർബൺ നോക്കുമ്പോൾ നമുക്കറിയാം അവിടെ എന്തില്ല? ഒരു ആൽഫ ഹൈഡ്രജൻ ഇല്ല. ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തടത്തോളം കാലം അതിന് എന്തായിട്ട് മാറാൻ പറ്റില്ല? ബെൻസോയിക് ആസിഡ് ആയിട്ട് മാറാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ എന്തായിരിക്കും? ടെർഷ്യറി ബ്യൂട്ടൈൽ ബെൻസീൻ. ഓക്കെ, അപ്പോൾ ടെർഷ്യറി ബ്യൂട്ടൈൽ ബെൻസീൻ ആണ് ഇവിടെ നമുക്ക് ബെൻസോയിക് ആസിഡ് ആക്കി മാറ്റാൻ പറ്റാത്തത്. കാരണം അവിടെ ആൽഫ ഹൈഡ്രജൻ ഇല്ലായിരുന്നു. ക്ലിയർ? ആൽഫ ഹൈഡ്രജൻ അവിടെ ഇല്ലായിരുന്നു. യെസ്. നെക്സ്റ്റ്. The compound that does not undergo haloform reaction is. Haloform reaction ആരാണ് തരിക? പ്രൈമറി ആൽക്കഹോൾ തരും. പിന്നെ എന്ത് വേണം? CH3C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പ്. ഇവരാണ് എന്ത് തരിക? നമുക്ക് ഹാലോഫോം റിയാക്ഷൻ തരുന്നത്. ഓക്കെ, യെസ്. ഇവിടെ അസിറ്റാൽഡിഹൈഡിന്റെ CH3CHO എന്ത് തരും? ഹാലോഫോം റിയാക്ഷൻ തരും. എഥനോൾ ഉണ്ട്, പ്രൈമറി ആൽക്കഹോൾ ആണ്, ഹാലോഫോം റിയാക്ഷൻ തരും. അസറ്റോൺ അഗൈൻ CH3CO ഗ്രൂപ്പ് ഉണ്ട്, എന്ത് തരും? ഹാലോഫോം റിയാക്ഷൻ തരും. ദെൻ അസിറ്റോഫീനോൺ അഗൈൻ CH3CO ഗ്രൂപ്പ് ഉണ്ട്. അസിറ്റോഫീനോന്റെ സ്ട്രക്ചർ എന്തായിരുന്നു? അസിറ്റോഫീനോന്റെ സ്ട്രക്ചർ? ബെൻസീൻ C ഡബിൾ ബോണ്ട് O CH3. ഇതിനാണ് അസിറ്റോഫീനോൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അവിടെ നമുക്ക് CH3CO ഗ്രൂപ്പ് കാണാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പ്രൊപ്പിയോഫീനോൺ. എന്താണ് പ്രൊപ്പിയോഫീനോന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഉണ്ടായിരിക്കുക? പ്രൊപ്പിയോഫീനോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ബെൻസീൻ ഉണ്ടായിരിക്കും, C ഡബിൾ ബോണ്ട് O CH2 CH3. ഓക്കെ, ഇവിടെ നമുക്ക് CH3CO ഗ്രൂപ്പ് ഉണ്ടോ? ഇല്ല. സെക്കൻഡറി ആൽക്കഹോൾ പ്രൈമറി ആൽക്കഹോൾ ആണോ? അല്ല. അപ്പൊ എന്ത് നടക്കില്ല? ഹാലോഫോം റിയാക്ഷൻ ഇവിടെ പോസിബിൾ അല്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? പ്രൊപ്പിയോഫീനോൺ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, യെസ്. നെക്സ്റ്റ്. ഫീനോൾ റിയാക്ടിംഗ് വിത്ത് കാർബൺ ഡയോക്സൈഡ് NaOH ആൻഡ് H2SO4 എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഇവിടെ സാലിസിലിക് ആസിഡ് ഫോം ചെയ്യുന്നുണ്ട്. കറക്റ്റ് അല്ലേ? ഇത് ഏത് റിയാക്ഷൻ? ഈ പറഞ്ഞതിൽ ഏത് റിയാക്ഷൻ ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സാലിസിലിക് ആസിഡ് ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡ് തന്നെയാണ് എന്ത്? റീമർ-തീമാൻ റിയാക്ഷൻ. പക്ഷെ അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ക്ലോറോഫോം ആണ് അല്ലേ? ക്ലോറോഫോം ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഈ റിയേജൻസ് ഒന്നും അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ റിയേജൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ സാലിസിലിക് ആസിഡ് ഉണ്ടാക്കുന്ന മെത്തേഡ് നമ്മൾ എന്താ പറയാ? കോപ്സ്-സ്മിത്ത് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. എന്താണ്? കോപ്സ്-സ്മിത്ത് റിയാക്ഷൻ. ഓക്കെ, നെക്സ്റ്റ്. Eggs
and Y in the below reaction are dash and dash respectively. Okay, ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് C6H5COOH, അതായത് ബെൻസോയിക് ആസിഡ് ആണ്. ബെൻസോയിക് ആസിഡിനെ X ആയിട്ട് റിയാക്ട് ചെയ്ത സമയത്ത് COCl കിട്ടി. COCl കിട്ടണമെങ്കിൽ നമ്മൾ എന്തായിട്ട് റിയാക്ട് ചെയ്യണം? SOCl2 ആയിട്ട് റിയാക്ട് ചെയ്യണം. SOCl2 ഇവിടെ 3 ഓപ്ഷനിലും തന്നിട്ടുണ്ട്. SOCl2 ആയിട്ടാണ് ഇവിടെ റിയാക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഈ കിട്ടിയ ഈ ഒരു കോമ്പൗണ്ടിനെ ബെൻസീൻ ഉണ്ട്, COCl. ഇതിന് ഞാൻ എന്തർത്ഥാണ്? ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം, ബേരിയം സൾഫേറ്റ്, ക്വിനോളിന്റെ പ്രസൻസിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടേണ്ടത്? ബെൻസാൽഡിഹൈഡ് ആണല്ലേ കിട്ടുന്നത്. ബെൻസാൽഡിഹൈഡ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്, CHO. ക്ലിയർ? ഓക്കെ, ഇത് നമ്മൾ ഏത് റിഡക്ഷൻ ആണ്? റോസൻമൻ റിഡക്ഷൻ ആണ് അല്ലേ? അപ്പോൾ റോസൻമൻ റിഡക്ഷൻ നടത്തി നമുക്ക് എന്ത് കിട്ടും? ബെൻസാൽഡിഹൈഡ് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? COCl2 and C6H5CHO. കറക്റ്റ് ആൻസർ ഈസ് ആൻസർ ഓപ്ഷൻ A. ക്ലിയർ? യെസ്. നെക്സ്റ്റ്, the correct increasing order of acid strength of benzoic acid, 4-nitrobenzoic acid. 4-nitrobenzoic acid എന്ന് പറഞ്ഞാൽ എന്താ സ്ട്രക്ചർ? 4-nitrobenzoic acid. Next, 3,4-dinitrobenzoic acid. 3,4-dinitrobenzoic acid. Then ആരാളുള്ളത്? മുന്നേ ഒരു ബെൻസോയിക് ആസിഡ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആരാ നമുക്കുള്ളത്? 4-methoxybenzoic acid. 4-methoxybenzoic acid എന്ന് പറഞ്ഞാൽ എന്താണ് സ്ട്രക്ചർ? ബെൻസോയിക് ആസിഡ് ഉണ്ട്, 4th പൊസിഷനിൽ ആരുണ്ട്? നമുക്ക് OCH3 ഉണ്ട്. ക്ലിയർ? OCH3 ഉണ്ട് നമ്മുടെ 4th പൊസിഷനിൽ. ക്ലിയർ? യെസ്. ഇതിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ അസിഡിറ്റി ഉണ്ടായിരിക്കുക? നമുക്കറിയാം, ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് നമ്മൾ ഈ ബെൻസീനിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അസിഡിറ്റി കൂടും. അങ്ങനെ 2 ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിലോ അസിഡിറ്റി ഒന്നും കൂടെ കൂടും. കറക്റ്റ് അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ അസിഡിറ്റി ഉണ്ടായിരിക്കുക ആർക്കാണ്? 3,4-dinitrobenzoic acid. അതിന്റെ നമ്പർ എത്രയാണ്? 3,4-dinitrobenzoic acid 3 ആണ് അല്ലേ? യെസ്, ഏറ്റവും കൂടുതൽ 3 ആണ് ഉണ്ടാവുക. അപ്പൊ ലാസ്റ്റ് 3 വരുന്ന ഓപ്ഷൻസ്, ഓക്കെ, അത് നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ആരാ വരാൻ നോക്കാം. ഓക്കെ, ആദ്യം ആരാണ് ഇവിടെ വരിക? ഏറ്റവും കുറവ് അസിഡിറ്റി ഇവിടെ ആർക്കായിരിക്കും? നമ്മുടെ ഈ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് പ്രസന്റ് ആയിട്ടുള്ള ഈ ആസിഡിനായിരിക്കും. കാരണം എന്താ? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അസിഡിറ്റി കുറയാണ് ചെയ്യുക അല്ലെ? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇവിടെ എന്ത് ചെയ്യും? ഈ ഓക്സിജനും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആയി ഇവിടെ നിൽക്കും. ഈ ഹൈഡ്രജൻ ഇവിടുന്ന് റിമൂവ് ചെയ്യാനുള്ള കഴിവ് എന്തായിരിക്കും? കുറവായിരിക്കും. കറക്റ്റ് അല്ലേ? അപ്പൊ എന്താണ്? ഏറ്റവും കുറവ് അസിഡിറ്റി ഇവിടെ ആർക്കാണുള്ളത്? ഈ ഒരു കോമ്പൗണ്ടിലാണ്. ഈ ഒരു കോമ്പൗണ്ട് എത്രയാണ്? നമ്പർ 4. 4 ഏറ്റവും കുറവ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻ ആണുള്ളത്, ഡിയും ഉണ്ട്, സിയും ഉണ്ട്. ഓക്കെ, യെസ്. ഇതിൽ ഇനി നെക്സ്റ്റ് ആർക്കാണ് കൂടുതൽ ഉണ്ടായിരിക്കുക? ഇത് കഴിഞ്ഞാൽ ബെൻസോയിക് ആസിഡ് ആയിരിക്കും. കാരണം മറ്റേത് 2ലും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ബെൻസോയിക് ആസിഡ് ആണ്. ബെൻസോയിക് ആസിഡ് 1. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും? സി ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് ഇത് വരും. തേർഡ് ആരാണ് വരിക? നമ്മുടെ 4-nitrobenzoic acid. കാരണം അവിടെ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പേ പ്രസന്റ് ആയിട്ടുള്ളൂ. ക്ലിയർ? യെസ്. ലാസ്റ്റ് ആര് വരും? സ്ട്രോങ്ങർ ആരാണ്? 3,4-dinitrobenzoic acid ആയിരിക്കും. ഓക്കെ, യെസ്. നെക്സ്റ്റ്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻസ് ആൽഡിഹൈഡ്സ് ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ. ആൻഡ് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ നമ്മൾ ടെലഗ്രാം ചാനലിൽ ഇടുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അത് ജോയിൻ ചെയ്തിട്ട് നമ്മൾ എല്ലാ സമയത്തും നമ്മൾ നോട്ട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് വേണമെങ്കിൽ പഠിക്കാം. അതുകൊണ്ട് നിങ്ങൾ ഫ്രണ്ട്സിനോടും പറയുക, എല്ലാവരും ജോയിൻ ചെയ്യുക. ആൻഡ് അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ PYQs നമുക്ക് ചെയ്യാനായിട്ട്. ആൻഡ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല ഉപകാരപ്രദമായിട്ടുള്ള ഒരു PYQ ആണ് ഇതെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിലുള്ള കഴിഞ്ഞ 2020 to 2014 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു പാറ്റേൺ ഇതൊക്കെ, നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണമെന്നൊക്കെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആൻഡ് എല്ലാവരും നമ്മുടെ PYQs ഒക്കെ ഫോളോ ചെയ്യുക, എല്ലാം ചെയ്ത് നോക്കുക, ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്ത് നോക്കുക. ആൻഡ് അത്രയേ ഉള്ളൂ. എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് ആൻഡ് ബൈ.